ജെയ്സി തോമസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജയ്ക്ക്, പ്രതിപക്ഷം ആരോപിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ വന്യമൃഗങ്ങളുടെ ശല്യം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ, വൈദ്യുതി കമ്പി, അതെല്ലാം തന്നെ മനുഷ്യർക്ക്, അതായത് വനാതിർത്തിയിലുണ്ടാകുന്ന മനുഷ്യർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്തരമൊരു അപകടം ഉണ്ടാകുമ്പോൾ, അതിൽ ഒരു 15 വയസ്സുകാരൻ കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതിഷേധമുണ്ടാകുമ്പോൾ അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇതില് ദീർഘമായ ഒരു സംവാദത്തിന്റെ ഒന്നും ഒരു പ്രസക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. ലളിതമായ ഒരു ഒറ്റ ചോദ്യമുള്ളൂ. ഈ സംഭവവികാസവുമായിട്ട് നമ്മളെല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഹൃദയം കൊണ്ട് വേദനിക്കുന്ന ഈ 15 വയസ്സുകാരന്റെ കൊലപാതകം, ആ കൊലപാതകവും ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും ബന്ധം? നമ്മുടെ മുമ്പിൽ ഇന്നത്തോടുകൂടെ അനാവരണം ചെയ്യപ്പെട്ട പ്രശ്നം എന്താണ്? അവിടെ സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ള, ലക്ഷണമൊത്ത രാഷ്ട്രീയമുള്ള വിനീഷ് എന്ന് പറയുന്ന ഒരു വൈദ്യുതി മോഷ്ടാവ്, ആ വൈദ്യുതി മോഷ്ടാവിന്റെ സ്ഥിരം ജോലി ഇവിടെ ഈ പറയുന്ന നാട്ടുകാരിൽ നിന്ന് അടക്കമുള്ള വാചകങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? വൈദ്യുതി മോഷ്ടിച്ച് ക്ഷുദ്രജീവികളായിട്ടുള്ള പന്നി ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ കൊലപ്പെടുത്തി അവരുടെ മാംസക്കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ള ഒരു മോഷ്ടാവ്. അദ്ദേഹം നടത്തിയ തെറ്റായ ഒരു ക്രിയയുടെ ഭാഗമായിട്ട് നിരപരാധിയായ ഒരു കുട്ടി കൊല്ലപ്പെട്ടു. അതിന് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായിട്ട് എന്ത് ബന്ധം? ഇവർ പറഞ്ഞ ഗവൺമെന്റ് സ്പോൺസേഡ് മർഡർ എന്ന് പറയുന്ന ലക്ഷണമൊത്ത പച്ചക്കള്ളം, അല്ലെങ്കിൽ അങ്ങനെയല്ല, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശരിയാണ്. ജയ്ക്ക് പറഞ്ഞതുപോലെ ഇന്നലെയൊക്കെ നമ്മളതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാണ്. പക്ഷേ അവിടെ ഈ അങ്ങ് പറയുന്ന ലക്ഷണമൊത്ത ക്രിമിനൽ വൈദ്യുതി മോഷണം നടത്തുന്നുണ്ട് എന്നും വൈദ്യുതി കെണി വെക്കുന്നുണ്ട് എന്നും മുൻപും പരാതി കൊടുത്തിരുന്നു എന്നുള്ള പ്രതികരണമാണ് നടത്തുന്നത്. അങ്ങനെ കൊടുത്ത പരാതിയിൽ നടപടി ഉണ്ടായില്ല എന്നുള്ളതിനെയാണ് KCBയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത്. അങ്ങ് പറഞ്ഞ വാചകത്തോട് ചേർന്ന് നിൽക്കുന്നതും അതിന് വിപരീതമായിട്ടുള്ളതുമായ 2-3 പ്രതികരണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഒന്ന്, ഈ കുട്ടിയുടെ കൂടെ പോയിട്ടുള്ള രക്ഷപ്പെട്ട, നമ്മളൊക്കെ ഭാഗ്യത്തോടുകൂടെ കാണുന്ന 2 കുട്ടികളുണ്ടല്ലോ, ഒന്ന് ഷാനും ഒന്ന് യദുവും. അവരെ കോട്ട് ചെയ്തുകൊണ്ട് ചില ആളുകൾ പറയുന്നത് ഇവിടെ ഇത്തരത്തിലൊന്നും ഉണ്ടായിരുന്നതേ ഇല്ല, അങ്ങനെയൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതേ ഇല്ല എന്ന നിലയിലുള്ള പ്രതികരണം വന്നു. ഇരിക്കട്ടെ, ഇനിയിപ്പോ അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗം ഒരു വാദത്തിന് വേണ്ടി അത് വസ്തുത എന്ന് തന്നെ കരുതിക്കൊണ്ട് ഞാൻ മറുപടി പറയാം. അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ, സാധാരണഗതിയിൽ എന്റെ അനുഭവത്തിൽ നിരന്തരമായി സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ള ഒരാൾ വൈദ്യുതി മോഷണം നടത്തുന്നു, അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടിട്ടുണ്ടോ? അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇടപെട്ടിട്ടുണ്ടോ? ഇന്നും ഇന്നലെയുമായി മാധ്യമങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ വാർഡിനോട് ചേർന്നുള്ള അദ്ദേഹത്തിന്റെ തൊട്ട അയൽപക്കം എന്നാണ് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്നത്, അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ? ഭരണസമിതിയോ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരോ ആരെങ്കിലും ഒരാൾ KSEBക്ക് രേഖാമൂലം ഒരു പരാതി എഴുതി കൊടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതേവരെ അത്തരത്തിലൊരു പരാതിയും അത്തരത്തിലൊരു ഇടപെടലും ഉള്ളതായിട്ടേ പറയുന്നില്ല. പക്ഷേ അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രാഥമികമായ ആദ്യവാചകത്തിൽ സൂചിപ്പിച്ചതുപോലെ കുറച്ച് നാട്ടുകാർ ഈ പറയുന്നുണ്ട് KSEBയുടെ ശ്രദ്ധയിൽ വൈദ്യുതി മോഷണത്തെ സംബന്ധിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ അതിനെയും എടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു പരാതി KSEBയുടെ മുൻപാകെ ഉണ്ടാവുകയും KSEB അക്കാര്യത്തിൽ ബോധപൂർവമായ ഒരു അലംഭാവം കാണിക്കുകയും ചെയ്തിട്ടുണ്ടോ? അന്വേഷിക്കട്ടെ. ഞാനതിൽ KSEB ന്യായീകരിക്കാനോ KSEB ഏകപക്ഷീയമായി സമ്പൂർണമായി സമഗ്രമായി ഇക്കാര്യത്തിൽ എല്ലാ കുറ്റകൃത്യങ്ങൾക്കും നേരെ മികവോടുകൂടെ പ്രവർത്തിച്ചു എന്ന അവകാശവാദം ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു അലംഭാവം KSEBയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ. എനിക്ക് അക്കാര്യത്തിൽ പരാതിയില്ല. പക്ഷേ അവിടെയും നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയമായി ഇത്തരത്തിലൊരു പ്രയോഗം നടത്തി ഇതിനെ ആകെ തെറ്റിദ്ധരിപ്പിച്ച് ശവന്തീനികളായ കഴുകന്മാരെ തോൽപ്പിക്കുന്ന വിധം ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രശ്നത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യന്മാർക്ക് ചേർന്നിട്ടുള്ള ഒരു പരിപാടിയല്ല. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങ് സൂചിപ്പിച്ച കാര്യത്തെ ഞാൻ ശരി, അത് അങ്ങ് ഇന്നലെ മുതൽ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി തെഫ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലൈസൻസ് സപ്ലയർ ആണ് അതിൽ പ്രാഥമികമായ നടപടി എടുക്കേണ്ടത് എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്. അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി വേണമെന്ന് അങ്ങും ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് സ്വാഗതാർഹവുമാണ്. ഈ കാര്യത്തിൽ 2 ഭാഗത്തു നിന്നും, AK ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി ആയതിനാലാണ് ഇത്രയേറെ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഒരു കുട്ടിയുടെ മരണം അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതല്ല, മറിച്ച് ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെയൊക്കെ കർശനമായ നിലപാട് അത് അധികാരികൾ നടത്തേണ്ടതാണ്. അതില്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ദയനീയമായ അവസ്ഥ. അതൊരു ജനകീയമായ വിഷയമാണ്, അതുകൊണ്ടാണ് ഏറ്റെടുത്തത് എന്ന വിശദീകരണമാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്യുന്നത്.